പൈപ്പ് ലൈൻ മാത്രം ഉള്ളവർക്ക് ഈ ക്ലോറിനേറ്റഡ് വെള്ളം മാത്രം കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് ഈ കരിമീനെ വളർത്താൻ പറ്റും. ഈ സാധാരണ ക്ലോറിനേറ്റഡ് വാട്ടറിൽ കൃഷി ചെയ്യുക എന്നുള്ള വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വെള്ളം സ്റ്റോക്ക് ചെയ്യുക, ലൈറ്റ് നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് 1-2 ദിവസം ഈ വെള്ളം എന്ത് ചെയ്യുക, പിടിച്ചിട്ട് സ്റ്റോക്ക് ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ ഈ ക്ലോറിന്റെ കുറെ കണ്ടന്റുകൾ ഡിസ്പോസ് ആയി പോകും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് കൃഷിയിലേക്ക് ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കൃഷിയിലേക്ക് ഉപയോഗിക്കുന്ന വെള്ളം അല്ല ഒരു എമർജൻസി ആയിട്ട് വെള്ളം കൊടുക്കേണ്ടി വന്നാൽ നിങ്ങൾ ഒരു ടാങ്ക് അഡീഷണൽ വേണ്ടി വരും. 50 കുഞ്ഞുങ്ങളെ വാങ്ങാൻ വേണ്ടി ഞാൻ കൊല്ലത്തുനിന്ന് ഇവിടം വരെ വരാൻ അസാധ്യമാണ്. ഇത് എങ്ങനെ എത്തിക്കാൻ? ശരിയാണ്. വീഡിയോസ് ഒരുപാട് പേര് ലോകത്തെല്ലായിടത്തും വീഡിയോസ് കാണുന്നവരുണ്ട്. അവർ എങ്ങനെ ഇത് ചെയ്യുമെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്കിപ്പോൾ കേരളത്തിനകത്ത് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. കേരളം മുഴുവൻ അത് നമ്മൾ സപ്ലൈ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടിയിൽ കൊണ്ടുപോയി സപ്ലൈ ചെയ്യുന്നതല്ല. ഇതിപ്പോൾ പെറ്റ്സ് ഒക്കെ കൊണ്ടുപോകുന്ന വണ്ടികൾ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ പോകുന്നു. അപ്പൊ അവരുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് നമ്മൾ ആവശ്യക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഹൈവേയിലായിരിക്കും എത്തിക്കുക. അതിപ്പോ നിങ്ങളുടെ തൊട്ടടുത്തൊരു ഹൈവേ എവിടെയാണോ അവിടെ. ഇപ്പൊ നിങ്ങൾക്ക് കൊല്ലത്താണ് കിട്ടേണ്ടത്, നിങ്ങൾക്ക് ചാത്തന്നൂർ താമസിക്കുന്നു, ചാത്തന്നൂർ രാഷ്ട്രീയമാണ് അവിടെ സാധനം തരും. അപ്പൊ